ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവിനെയും സേതുവിനെയാണ്. അപ്പോൾ സേതുവിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ തുന്നിക്കൊണ്ടിരിക്കുകയാണ് പല്ലവി. അപ്പോൾ പൂർണിമാമ വേഗം തന്നെ വെപ്രാളം പിടിച്ച് അങ്ങോട്ടേക്ക് വരികയാണ്. ആ പ്രതാപം വിളിച്ചിരുന്നു. ഇന്ന് കൃത്യം 6 മണിക്ക് അവൻ പറയുന്ന സ്ഥലത്ത് ചെന്നാൽ നമ്മുടെ ശത്രുവിൻ്റെ പേര് പറയാമെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ വേഗം തന്നെ സേതുവിനും ആകെ ആകാംക്ഷയായി കേട്ടോ. അപ്പോൾ പല്ലവി ഇങ്ങനെ ഇരിക്കുകയാണ്, എക്സൈറ്റ്മെൻറ്റോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. 6 മണിക്കോ? ഇത്രയും കാലം പറയില്ല എന്നായിരുന്നല്ലോ വാശി. ഇപ്പം എന്നാ പെട്ടെന്ന് മനസ്സ് മാറാൻ കാരണമൊന്നും എനിക്കറിയില്ല. എന്നാലും അവൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോകണം, ആ രഹസ്യം അറിയണം. ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു സേതു. അതല്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു, പക്ഷേ അവൻ സമ്മതിച്ചില്ല. പല്ലവി ചെല്ലണമെന്നാ അവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്കിലേ അവൻ ആ പേര് പറയൂ അത്രേ. ഞാനോ എന്ന് ചോദിച്ചു. ആ, ഇന്ന് കൃത്യം 6 മണിക്ക് നീ എനിക്ക് വേണ്ടിയിട്ട് അവനെ ഒന്ന് കാണാൻ പോകണം എന്ന് പല്ലവിയോട് ഇങ്ങനെ പറയാം. പല്ലവി, എന്താ മോളെ, എനിക്ക് ആ പേരറിയാൻ വേണ്ടി തിടുക്കമായി. എത്രയും പെട്ടെന്ന് നമ്മളത് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പൂർണിമാമ. അപ്പോൾ സേതുവോട് എഴുന്നേറ്റിട്ട്, അതെ, പല്ലവിയെ മാത്രം വിളിക്കണമെങ്കിൽ എന്തോ ഒരു അപകടം ഉണ്ടല്ലോ അമ്മേ എന്ന് പറഞ്ഞു. അതെനിക്കും തോന്നി മോനെ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ 2 പേരും കൂടി പോ. എന്നിട്ട് അവൻ മുന്നിൽ ചെന്ന് വിടണ്ട. നീ ഇത് കുറച്ച് ദൂരെ മാറി നിന്നാൽ മതി. കാണണ്ട. തോന്നിവാസം വല്ലം കാണിക്കാനാണ് അവൻ്റെ പ്ലാനെങ്കിൽ ഒന്നും നോക്കണ്ട. നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോണം. ശരി അമ്മേ, ഞാൻ കൂടി പോകാം എന്ന് സേതു സമ്മതിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പല്ലവി, അല്ല, എനിക്ക് 6 മണിക്ക് എനിക്ക് വേറൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോയിൻമെൻറ്റ് എന്ന് സേതു ചോദിക്കുകയാണ്. അതെന്താണെങ്കിലും അത് മാറ്റി വയ്ക്കണം, അന്നേ പറ്റുള്ളൂ. അതേ മോളെ, വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാ അവൻ. ഇന്ന് നമ്മൾ ചെന്നില്ല എങ്കിൽ നാളെ അവൻ ആ രഹസ്യം നമ്മളോട് പറയണം എന്നില്ല. അതുകൊണ്ടാ മോള് അവൻ ഇങ്ങോട്ടായിട്ട് പറഞ്ഞതാ. ഈ അവസരം നമ്മൾ ഉപയോഗിക്കാതിരിക്കരുത്. എനിക്ക് വേണ്ടിയിട്ട് മോളൊന്ന് പോയേ പറ്റുള്ളൂ, പ്ലീസ് എന്ന് പറഞ്ഞു. പല്ലവി പൊയ്ക്കോളും. പല്ലവിക്കറിയാലോ ഈ പ്രതാപൻ അറിയിക്കാൻ പോകുന്ന ആ രഹസ്യത്തിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന്. അതുകൊണ്ട് പല്ലവി പോകണം എന്ന് പറഞ്ഞു. എന്താ മോളെ, നിനക്ക് പറ്റില്ലേ? പോവില്ലേ നീ? അവസാനം പല്ലവി, ആ ശരി ഞാൻ പോകാം എന്ന് പറഞ്ഞ് പല്ലവി സമ്മതിച്ചു. ഒരാശ്വാസമൊക്കെ പൂർണ്ണിമയ്ക്ക് തോന്നി കേട്ടോ. അപ്പോൾ പല്ലവിക്ക് നല്ല ടെൻഷനുണ്ട്, എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്ന് ഓർത്തിട്ട്. ആൾ നല്ല ടെൻഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇന്ന് മറ്റൊരു കാര്യം തീരുമാനിച്ചിരുന്നതായിരുന്നു, അപ്പം അത് മുടങ്ങുകയും ചെയ്തു. പിന്നെ കാണുന്നത് നമ്മുടെ പല്ലവിയും സേതുവും കൂടി പോവാണ്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വരാനല്ലേ പറഞ്ഞത്? അതെ, ഞാനിവിടെ മാറി നിങ്ങളെ കാണുന്ന രീതിയിൽ ഇവിടെ എവിടെയെങ്കിലും നിന്നോളാം. എന്തെങ്കിലും പ്രതാപൻ പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ അപ്പം തന്നെ എത്തിക്കോളാം. ശരി സേതു ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പല്ലവി ഇറങ്ങി ആ ഗ്രൗണ്ടിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പ്രതാപൻ വന്നു കേട്ടോ. പ്രതാപൻ വരുന്നത് 4 എണ്ണം അടിച്ച് ആൾ നല്ല ഫിറ്റായിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. ആ വന്നോ, ദേ നോക്ക്, ഷാർപ്പ് 6 ആയി. അവിടെ പഞ്ച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളുകയാണ് കേട്ടോ. അല്ല, ശരിക്കും നമ്മൾ തമ്മിൽ എന്താ കാണണമെന്ന് പറഞ്ഞത്? അത് ശരി, അപ്പോൾ അതുപോലും നിങ്ങൾ മറന്നു പോയോ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ ഞാൻ 2 എണ്ണം അടിച്ചുപോയി. കൊള്ളാം നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങൾ പറയുന്ന സത്യം അറിയാൻ വേണ്ടിയിട്ട് കുറേ പേര് അവിടെ കാത്തിരിപ്പുണ്ട്. നിങ്ങളുടെ നാവിൽ നിന്ന് അത് കേട്ടിട്ട് വേണം പലതും ചെയ്യാൻ. എന്ത് ചെയ്യാൻ? അതെ, നിങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്ക് സ്ട്രോങ് ആണ് ആ ശത്രു എന്ന് പറഞ്ഞു. ദേ, പേര് പറ, അതാരാണെന്ന് ഞങ്ങൾ കൂടി ഒന്ന് അറിയട്ടെ. അയ്യോ, വെരി വെരി സോറി മോളെ, അത് പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേഷ്യം വന്നു. വാക്ക് മാറ്റുതോ? ദേ, നിങ്ങളെ അല്ലേ തന്നെ പൊന്നുമടത്തിലുള്ള ആർക്കും വിശ്വാസമില്ല, അതറിയാലോ. പിന്നെ ഞാനൊരൊറ്റൊരാൾ നിർബന്ധിച്ചതുകൊണ്ടാണ് വീട്ടിൽ കയറാൻ പോലെ സമ്മതിച്ചത്. ഇതാ കയ്യിലിരിപ്പെങ്കിൽ പ്രതാപങ്ങളുടെ സ്ഥാനം പടിക്ക് പുറത്ത് തന്നെ ആയിരിക്കും. അല്ല, എനിക്ക് പേടിയാ മോളെ. ഞാൻ ആ പേര് പറഞ്ഞാൽ എൻ്റെ ജീവൻ പോലും ചിലപ്പോൾ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. ഒരിക്കലുമില്ല, നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചോളാം. എന്താ ജീവൻ വെച്ചുള്ള കളിയായത്? ഒരു കുഴപ്പവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. കുഴപ്പത്തിലായാലോ ഞാനിപ്പോൾ എങ്ങനെയാ ആ പേര് പറയും? അതിനൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറയട്ടെ. ദേ, ശ്രദ്ധിച്ച് കേട്ടോണം. ദേ, കുട്ടിയാനയിലുണ്ട്, പിടിയാനയിലില്ല. ഇന്ത്യൻ റുപ്പിയിലുണ്ട്,
ഇന്ത്യൻ റമ്മിയിലില്ല. ഈ ഉപ്പിലുണ്ട്, മുളകിലില്ല. എന്തു പറയുന്നു? താൻ എന്താ ആളെ കളിയാക്കുവാണോ? നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകൂടി ആലോചിച്ചോ, ശ്രദ്ധിച്ച് കേട്ടോടും കേട്ടോ. കുട്ടിയാനയിലുണ്ട്, പിടിയാനയിലില്ല. ഇന്ത്യൻ റുപ്പിയിലുണ്ട്, ഇന്ത്യൻ റമ്മിയിലില്ല. പിന്നെ ആലോചിക്ക, ഉപ്പിലുണ്ട്, മുളകിലില്ല. ആലോചിക്ക്, കിട്ടും. ആലോചിക്ക്, നിർത്ത് എന്ന് പറഞ്ഞു. താൻ കാരണമേ അർജൻറ്റായിട്ടുള്ള മീറ്റിങ്ങാ എനിക്ക് മിസ്സാക്കേണ്ടി വന്നതാ. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ താൻ കടങ്കഥ പറഞ്ഞു കളിക്കുന്നോ? ഇനി തന്നെ വിശ്വസിക്കുന്ന പരിപാടിയില്ല. താൻ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞു വിളിച്ചാൽ വരുന്നതിന് മുൻപ് ഒന്നുകൂടി ഞാനൊന്ന് ആലോചിക്കും എന്ന് പറഞ്ഞ് പല്ലവി പോവാണ്. അല്ല, കഷ്ടം തന്നെ കുട്ടിയുടെ കാര്യം. ഈ കൊച്ചിനൊരു കാര്യം ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞിട്ടും അതിന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു അടയ്ക്കാത്തളച്ചി എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ അവിടെ ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഋതുവിനെയാണ് കാണുന്നത്. അപ്പോൾ ഋതു നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടേക്ക് ചെന്നിട്ട്, ഹലോ ജിത്ത്, ഐ എം റിയലി സോറി. പല്ലവിക്ക് കൃത്യസമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞില്ല. സോറി ജിത്ത്. എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു തവണ ശരിക്കും എനിക്ക് പോകാൻ പറ്റിയില്ല, ഇത്തവണ പല്ലവിക്ക് പോകാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. കാത്തുനിന്ന് മുഷിഞ്ഞു അല്ലേ? കാത്തുനിന്നു, പക്ഷേ മുഷിഞ്ഞില്ല. കാരണം എന്താണെന്നറിയോ? തന്നെക്കുറിച്ച് ഓരോന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഋതു ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റ്മെൻ്റ് ആണ്. തന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെയാ ഞാൻ മുഷിയ? എത്ര നേരം വേണേലും ഞാൻ കാത്തിരിക്കാം, എത്ര കാലം വേണമെങ്കിലും, എത്ര യുഗം വേണമെങ്കിലും കാത്തിരിക്കാം. അപ്പം ഋതു ചിരിച്ചിട്ട്, താങ്ക് യു ജിത്ത്. എന്തിന്? പിന്നെ എന്നെ വഴക്ക് പറയാത്തതിന്. പിന്നെ ഒരുപാട് തിരക്കുള്ള ആളല്ലേ, എങ്കിലും എന്നിട്ടും ഈ നിസാരയായ എനിക്ക് വേണ്ടിയിട്ട് എത്ര സമയമാണ് ജിത്ത് വേസ്റ്റാക്കുന്നത്? നിസാരയോ? താനോ? യു ആർ സോ പ്രഷ്യസ്. ഒരിക്കലും വില മതിക്കാനാവാത്ത രത്നം. അത് പറഞ്ഞാലേ തനിക്കതൊന്നും മനസ്സിലാവില്ലടോ. അപ്പം എന്താ ഋതുവിൻ്റെ സന്തോഷമെന്ന് ചോദിച്ചാൽ പറയണ്ട. പിന്നെ എൻ്റെ വീട്ടിലെ നടക്കുന്ന ഇപ്പോൾ ചർച്ചകൾ എന്തൊക്കെയാണെന്ന് അറിയോ ജിത്തിന്? അമ്മയോട് ജിത്തിനെ പറ്റി പല്ലവി പറഞ്ഞു കഴിഞ്ഞു. അമ്മയ്ക്ക് എതിർപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ ഈ മേട്ടൻ്റെ കല്യാണം ഒരുമിച്ച് നടത്താൻ പറ്റുമോ എന്നാ അവിടെ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ജിത്തിനതിന് എതിർപ്പൊന്നുമില്ലല്ലോ? എന്ത് എതിർപ്പ്? എനിക്ക് ഒരു എതിർപ്പുമില്ല. പിന്നെ എന്താണോ തൻ്റെ വീട്ടുകാർ തീരുമാനിക്കുന്നത് അതനുസരിക്കാൻ ഞാൻ തയ്യാറാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവനിങ്ങനെ നോക്കുകയാണ് ഇവളെങ്ങനെയായി എന്നുള്ളത് ഇടയ്ക്ക്. എന്നിട്ട് ഇങ്ങനെ സൂത്രധാരനാണല്ലോ. പിന്നെ എനിക്ക് താനാ വലുത്, അതുകൊണ്ട് തനിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുകൂടി ചേർത്തു. ഋതു അങ്ങ് സ്വർഗലോകത്തിലെത്തി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അത്രയ്ക്ക്. അല്ല, ജിത്തിൻ്റെ ഫാമിലി, അല്ല വീട്ടുകാർക്ക് ഇനി എതിർപ്പ് വല്ലതും ഒന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? എന്ത് എതിർപ്പ്? ഒരു എതിർപ്പും ഉണ്ടാവില്ല. എനിക്കാകെ ഉള്ളത് ഒരു പാവം ഒരമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് തീരുമാനിക്കുന്നോ അതാണ് അവരുടെയും തീരുമാനം. ഓക്കെ, എന്നാൽ പിന്നെ എന്തായാലും ഞാൻ ഉടനെ തന്നെ ജിത്തിനെ പല്ലവിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആകെ അപ്സെറ്റായി. അല്ല, അതിനിപ്പോൾ എങ്ങനെ കാണിച്ചു കൊടുക്കാനാ? അതിന് ഇനിയൊരു ടൈം ഫിക്സ് ചെയ്യണം. പിന്നെ രണ്ടുപേരും പറഞ്ഞ സമയത്ത് എത്തണം. എന്താ ഫോർമാലിറ്റീസ് ഒരുപാടില്ലേ? അതൊന്നും വേണ്ട. എൻ്റെ കയ്യിലിരിക്കല്ലേ ആ ചിത്രമോ? അന്ന് ആ പെൺകുട്ടി വരച്ചുകൊണ്ട് സമ്മാനിച്ച ചിത്രം. അപ്പോഴേക്കും ആളുടെ കാലടറി വീണു. അത് കാണിച്ചാൽ പോരെ? അയ്യോ, ഇവള് കൊളാക്കുമോ എന്നോർത്ത് ജിന്ദ്രജിത്ത് ഇങ്ങനെ നിൽക്കണം. അതെ, അത് മതി. പിന്നെ എന്തിനാ നമ്മളിങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടി സമയം കളയുന്നത് അല്ലേ? അതെ, അതാ ഞാനും ആലോചിക്കുന്നത്. അതുകൊണ്ടേ, പക്ഷേ ഇന്ന് വേണ്ട കേട്ടോ. അതെന്താ? ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഭസ്മാസുര ജയന്തിയാ. അതെന്താ അങ്ങനെ പറഞ്ഞ? എന്താ അങ്ങനെയുണ്ട്? അസുര ജയന്തി. അതാ ഞാൻ പറഞ്ഞത്, നല്ല കാര്യങ്ങൾക്ക് ഇന്നൊട്ടും നല്ലതല്ല. അതുകൊണ്ട് എല്ലാത്തിനും ഒരു നല്ല ദിവസം നോക്കണ്ടേ? അത് വേണം എന്ന് പറഞ്ഞു. കറക്റ്റ്. കുട്ടിയെ സമ്മതിക്കണം അല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ആ കുട്ടി നല്ല ബഹുമിടിക്കുക അല്ലേ? പിന്നെ മിടിക്കുകയാണോന്നോ പറയണോ? ആ കുട്ടി ബഹുമിടിക്കുക, അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ചിത്രം തന്നത്. എന്നിട്ട് ഇവർ രണ്ടുപേരോട് കുറച്ച് നേരോടെ സംസാരിച്ചു. അതിനുശേഷം ഇന്ദ്രൻ നേരെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ആൾ ടെൻഷൻ അടിച്ചിങ്ങനെ വണ്ടാരടങ്ങി എന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴേക്ക് രാജലക്ഷ്മി വന്നു. എന്താടാ, എന്ത് പറ്റി നിനക്ക് എന്നിങ്ങനെ ചോദിക്കണം. അല്ല,
എന്ത് പറ്റി? ആകെ ടെൻഷനിലാണല്ലോ. എന്താ ഒരു പരിഭ്രമം? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എൻ്റെ അസുഖം വന്നു എന്നാണോ വിചാരിച്ചത്? അതൊന്നുമല്ല, ഒരിക്കലുമില്ല. പക്ഷേ ചെറിയൊരു ടെൻഷനുണ്ട്. അതാ ചോദിച്ചത് എന്താ പറ്റിയതെന്ന്. തൽക്കാലം ഇത് അമ്മ അറിയണ്ട. എടാ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്ത് കാര്യം? അല്ല, നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മം നാളെ നമുക്ക് പാരയായിട്ട് വരാം. അതാണോ? അതാണല്ലോ കർമ്മ സിദ്ധാന്തം. കേട്ടിട്ടില്ലേ? ഇല്ലേ? കർമ്മണ്യേ വാദികാരസ്തേ മാർവലേഷു കഥാജന. കേട്ടിട്ടില്ലേ? ഇതൊന്നും അല്ല കാര്യം. എന്നാൽ പിന്നെ യഥാ യഥാ ധർമ്മസ്യ. അതൊന്നുമല്ല, ഇതൊന്നുമല്ല. ഇത് രണ്ടുമേ അറിയൂ. എന്ത് സഹായം വേണമെങ്കിൽ നീ പറ. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി തന്നച്ചാൽ മതി. വേറൊരു സഹായവും വേണ്ട. എടാ, എന്താ സംഭവിച്ചെന്നെങ്കിലും നീ പറ. എനിക്ക് ചിലപ്പോൾ അതിനൊരു പരിഹാരം പറയാൻ പറ്റിയാലോ. വേണ്ട, ഒരു സഹായം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒന്ന് പോയി തരാമോ? അപ്പോൾ എനിക്കാണ് അമ്മയല്ല ആര് വിചാരിച്ചാലും സഹായിക്കാൻ പറ്റില്ല. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയ കുരിശാ. ഞാൻ തന്നെ ഇത് ചുമക്കണം. ഇനി ആ മറ്റവളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ? ഏതവള്? പല്ലവി. അതൊന്നുമല്ല, അത് അന്നൊക്കെ തീർന്നു എന്ന് പറഞ്ഞു. പിന്നെന്താ? ദേ, അതിലും വലിയ കളിയാണ് ഞാനിപ്പോൾ കളിക്കാൻ പോകുന്നത്. എന്ത് കളി? അവളെ ഒടിഞ്ഞു മടങ്ങി അവളെൻ്റെ കാല് വന്ന് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അതിനുള്ള എല്ലാ ഏർപ്പാടും കഴിഞ്ഞതായിരുന്നു. അതിനിടയ്ക്ക് അവൾ ആ നാശം പിടിച്ച. നിങ്ങൾക്കൊന്ന് പോയി തരാമോ പ്ലീസ്? പ്രാന്ത് പിടിച്ച് നിൽക്കുക മനുഷ്യനിവിടെ. സഹായിക്കാൻ വന്ന് പാട്ടി ഓടിക്കുവാണോ? മോനെ ഇന്ദ്ര, നിനക്ക് പഠിപ്പും വിവരവും ഉണ്ടായിരിക്കും. പക്ഷേ അനുഭവം അതെനിക്കാവുള്ളത്. ആ അനുഭവം എനിക്ക് വേണ്ട. അതെ, അന്നേരം ഞാൻ അറിയിക്കാം. അനുഭവം അല്ലെങ്കിൽ അറിയിക്കണേ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ഒരു പുച്ഛഭാവത്തിൽ നേരെ അകത്തേക്ക് കയറി പോവാണ്. പിന്നെയും ഇന്ദ്രൻ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എന്തു ചെയ്യാൻ പറ്റും, എങ്ങനെ അത് തടയും എന്നുള്ളതാണ് ടെൻഷൻ. കാണുന്നത് പൂർണിമാമേനെയാണ്. പൂർണിമാമ എവിടെയോ പോയിട്ട് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ സ്വാതി അങ്ങോട്ടേക്ക് വന്നു. അമ്മ എവിടെ പോയതാ? ഞാൻ ജോത്സ്യരെ കാണാൻ വേണ്ടി പോയതാ. എവിടെ? സേതുവും പല്ലവി എവിടെ എന്ന് ചോദിച്ചപ്പം രണ്ടുപേരും റൂമിലുണ്ട്. എന്നാൽ വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വേഗം സ്വാതി ചെന്ന് അവരെയും കൂട്ടിക്കൊണ്ട് വന്നു. അമ്മ എവിടെ പോയതാ? ഞാൻ രാവിലെ തന്നെ ആ ജോത്സ്യരെ ഒന്ന് കാണാൻ പോയതാ. നിന്റെ കല്യാണത്തിനൊപ്പം തന്നെ ഋതുവിൻ്റെ കല്യാണവും നടത്താമോ എന്നറിയാൻ വേണ്ടി പോയതാ. എന്നിട്ടോ എന്തു പറഞ്ഞു? അത് രണ്ടും ചിങ്ങമാസത്തിൽ തന്നെ നടത്താമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ഒരുമിച്ച് തന്നെ നടത്താം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം പല്ലവി ചോദിക്കുകയാണ്, അതെ, നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ, ജിത്തിൻ്റെ വീട്ടുകാരോട് സമ്മതിക്കണ്ടേ? സമ്മതിക്കണം. ഒരഭിപ്രായം ചോദിച്ചോന്നേ ഉള്ളൂ ജോത്സ്യരോട്. അവർ വരുമ്പോൾ അവരോടും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. എതിർക്കാൻ വഴിയില്ല, എങ്കിലും സംസാരിച്ച് നോക്കാം. അവരെന്തിനാ എതിർക്കുന്നതാ? 2 കല്യാണത്തിലൂടെ ഒറ്റ പന്തലിൽ. നല്ല രസമായിരിക്കും അല്ലേമ്മേ എന്നൊക്കെ ചോദിച്ച് ഇവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ചിങ്ങമാസം വന്ന് ചേർന്ന അടിപൊളി. അപ്പോൾ സ്വാതി ഇവരെ രണ്ടുപേരെയും കളിയാക്കുകയാണ് കേട്ടോ. ഒന്ന് പോടി അവിടുന്ന് എന്നൊക്കെ പറഞ്ഞു. അമ്മേ, പല്ലവി എന്തായാലും ജിത്തിനെ കണ്ടിട്ടുണ്ട്. അതെ, ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് കാണണം. പല്ലവിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഒരു സംശയവും. പിന്നെ നമ്മുടെ ഋതുവിനെ എന്തായാലും ജിത്തിനും വീട്ടുകാർക്കും ഇഷ്ടമാവും. നമുക്ക് പിന്നെ തടസ്സങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അതെ, അല്ല, ഏറ്റവും പ്രധാനം ചെറുക്കനും പെണ്ണും തമ്മിലുള്ള ഇഷ്ടമല്ലേ? അവരെ തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് നമ്മുടെ അഭിപ്രായത്തിനൊന്നും ഒരു പ്രസക്തി ഇല്ലല്ലോ. അത് ശരിയാ. അതെ, കല്യാണം എന്തായാലും അടിപൊളിയായി നടത്തണം. DJ പാർട്ടിയൊക്കെ ഉണ്ടായിരിക്കണം. അതൊക്കെ നമുക്ക് സെറ്റാക്കാന്നേ എന്ന് സേതു ഇങ്ങനെ സമ്മതിച്ചു. പല്ലവി പക്ഷെ കണ്ടില്ല. അതാണ് പല്ലവിയുടെ ടെൻഷൻ. മാധവേട്ടൻ്റെ സ്വപ്നമായിരുന്നു. എന്തായാലും അത് നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലെന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം. അത്രയേ ഉള്ളൂ എന്ന് പൂർണിമ. തൽക്കാലം ഈ വിവരം ഋതുവിനോട് പറയണ്ട. അറിയേണ്ട സമയത്ത് മാത്രം എല്ലാം അറിഞ്ഞാൽ മതി. കേട്ടല്ലോ? ശരി എന്ന് പറഞ്ഞു പൂർണിമ അങ്ങ് പോയി. ചിങ്ങമാസം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സ്വാതി ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് അവളങ്ങ് കയറിപ്പോവാണ് കേട്ടോ. എന്താ സന്തോഷമായില്ലേ മൈ ഡിയർ പല്ലവി ടീച്ചർ? എന്നാൽ പിന്നെ കെട്ടിപ്പിടിച്ചിടുമ്പോഴാ ഉമ്മയോ? ചോദിച്ച കേട്ടില്ലേ? കെട്ടിപ്പിടുത്തം മുറുക്കിയായാൽ ചിലപ്പോൾ ഉമ്മയുടെ ബലം ഒട്ടും കുറയ്ക്കണ്ട. ആണോ? എന്നാൽ പിന്നെ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് പല്ലവി അങ്ങോട്ട് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ.
അപ്പോൾ ഇന്ദ്രൻ നേരെ ഋതു നല്ല ഉറക്കത്തിലാണ്. ആ സമയത്ത് വേഗം തന്നെ ഫോൺ വിളിക്കണം. ആള് ആലോചിച്ചൊരു തീരുമാനം എടുക്കണമല്ലോ. അപ്പോൾ ഹായ് ജിത്ത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ വേഗം എണീറ്റ് ഫോൺ എടുക്കണം. ഹായ് ജിത്ത് അല്ല, വെറും ജിത്ത്. ജിത്ത്, പിന്നെ ഋതു, ഞാൻ ഒരു ഹാപ്പി ന്യൂസ് പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. എന്താ ജിത്ത്? അതെ, താൻ പറഞ്ഞില്ല ആ ഫോട്ടോയുടെ കാര്യം. ആ ഫോട്ടോ തൽക്കാലം താൻ ആരെയും കാണിക്കണ്ട. അതെന്താ? അതിന് ഒരു ലുക്കില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയാം. അതുകൊണ്ട് അതിൽ നല്ലൊരു ഫോട്ടോ ഞാൻ തരാന്നേ. അത് ശേഷം അവരെ കാണിച്ചാൽ മതി. അതിനൊന്നും വലിയ കാര്യമില്ല ജിത്ത്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മതി. ഞാൻ എൻ്റെ തീരുമാനങ്ങൾക്കാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അവരുടെ ഒന്നും താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനൊന്നും എനിക്ക് കിട്ടില്ല. വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും എൻ്റെ താല്പര്യങ്ങളാണ് എൻ്റെ പ്രധാനം. ആയിരിക്കും, പക്ഷേ ഒരു മൈനസായിട്ട് കിടക്കണ്ടല്ലോ. സെക്കൻഡ് മാരേജ്. ഇനി ആ വാക്ക് മിണ്ടിപ്പോവരുത്. അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ദേ, എൻ്റെ ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നതും ഡിവോഴ്സായ ഒരു പെൺകുട്ടീനെയാണ്. ദുഷ്ടനായിരുന്നു ആ കെട്ടിയാള്. സൈക്കോ ആയിരുന്നു അത്രേ അവൻ. അതെ, ഇന്നത്തെ കാലത്ത് 2ാം കെട്ട് 3ാം കെട്ട് ഒന്നുമില്ല ഒറ്റ കെട്ടേ ഉള്ളൂ. അത് മനസ്സിന് ഇഷ്ടപ്പെട്ടത് അതെല്ലാം തന്നെ ഫ്രഷ് തന്നെയാണ്. ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അത് തൻ്റെ വലിയ മനസ്സ്. അതെ, എന്നാലും ആ ഫോട്ടോ തൽക്കാലം കാണിക്കണ്ട. ഞാൻ വേറൊരെണ്ണം തരാം. എന്നാൽ അത് ഫോണിലേക്ക് അയച്ചോ. ഇപ്പോഴോ? അതെ, നാളെ രാവിലെ തന്നെ എന്താണേലും എല്ലാവരെയും കാണിച്ചേക്കാം. അത് വേണ്ട, ഞാൻ നേരിട്ട് തരാം. അത് മതിയെന്നേ എന്ന് പറഞ്ഞു. എനിക്കതാ ഇഷ്ടം. ശരി, അവസാനം സമ്മതിച്ചു. അല്ലെങ്കിൽ തന്നെ ഈ ഫോൺ എന്നാ ഉണ്ടായത്? അതുകൊണ്ടേ മനുഷ്യൻ മുഖത്തോട് മുഖം നോക്കി വേണം ഒന്ന് ചേരാൻ. എൻ്റെ പോളിസി അതാ. ആയിക്കോട്ടെ, ശരി. എന്നാൽ എനിക്ക് ജിത്തിനെ മനസ്സിലാവും. അതുകൊണ്ട് എന്നാൽ നമുക്ക് നാളെ തന്നെ കാണാം. ശരി, ആയിക്കോട്ടെ, കാണാം. എന്നാൽ ഫോൺ വയ്ക്കാണേ. ഓക്കെ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. ഇന്ദ്രൻ്റെ പണിയേറ്റു. അപ്പോൾ ഇന്ദ്രൻ അടുത്ത പ്ലാനൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.